ഹായ് നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം പത്തനംതിട്ട റൂട്ടിൽ കോന്നി മാമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ അതിമനോഹരമായ ഒരു ചെറിയൊരു കട നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ശബരീശൻ്റെ കട എന്നാണ് ഈ കടയുടെ പേര്. അതുപോലെ തന്നെ ഷാപ്പിലെ കപ്പയും കറിയും എല്ലാവിധ ഐറ്റംസും അടങ്ങിയ ഒരു വലിയൊരു നിര തന്നെ ഇവിടെ ഉണ്ട്. കപ്പ, എല്ലേറി, ഇഞ്ചിക്കറി, മീൻകറി, പഴങ്ങഞ്ഞി, അപ്പം, ഇടിയപ്പം, മുട്ടക്കറി, ചായ, കോഫി, വട എല്ലാ കടയിലും കിട്ടും. എങ്കിൽ ഇവിടെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതെല്ലാം ഈ ശബരീശൻ ചേട്ടൻ തയ്യാറാക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ശബരീശൻ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വരൂ. ഈ സ്ഥലം എന്ന് പറയുന്നത് പത്തനാപുരം പത്തനംതിട്ട റൂട്ടിൽ കോന്നി മാമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ശബരീശൻ ചേട്ടൻ്റെ കട കളിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ICICI ബാങ്കിനോട് ചേർന്നാണ് ഈ ശബരീശൻ ചേട്ടൻ്റെ ഷോപ്പ്. ഇതിലെ മിക്കവാറും കയറാറുണ്ട് ഇവിടെ. അടുത്ത വീട് ഒരു വെറൈറ്റി അറിയാം. അടുത്ത പ്രദേശത്ത് ഇതുപോലെ സാധനം ഒന്നും വിൽക്കുന്നില്ല. ഇല്ലില്ല, ഉപ്പിലിട്ടല്ല. പിള്ളേർ നല്ല ഐറ്റം, എല്ലാം നല്ല ഗുണമുള്ള സാധനമാണ്. വില മനോട്ടുള്ള വിലയൊക്കെ അല്ല, അത് കൂടുതൽ വില ഒന്നുമില്ല, മനോട്ടുള്ള വില. അതായത് ഈ സാധനം അടുത്ത് കിട്ടാനുമില്ല. ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഇവിടെ വരുമ്പോൾ അതിന് വാങ്ങിക്കൊണ്ട് പോകും. സ്പെഷ്യലായിട്ട് ഇവിടെ ജാതിക്കയും പിന്നെ വാഴപ്പിണ്ടിയുമാണ്. മറ്റുള്ള കടലൊക്കെ നമുക്ക് അങ്ങനെ കണ്ടിട്ടില്ല. ജാതിക്കയും ഈ വാഴപ്പിണ്ടിയും ബാക്കി ഐറ്റംസ് കാണാറുണ്ട്. ഇതങ്ങനെ കാണാറുണ്ട്. ഇത് ഇവിടെ മാത്രമേ വെറൈറ്റി ആയിട്ടാണ്. ടേസ്റ്റും ഉണ്ട്, ടേസ്റ്റ്. അതെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും വന്ന് വാങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ശബരീശൻ ചേട്ടൻ്റെ കട. 20 വർഷമായി ഈ ചേട്ടൻ ഈ സ്ഥാപനം ഇവിടെ നടത്തുന്നു. കോന്നി മാമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശബരീശൻ ചേട്ടാ, എന്തൊക്കെയുണ്ട്? കുഴപ്പമില്ല, നല്ലപോലെ പോകുന്നു. ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ? ചൂട് ഞായറാഴ്ച ഇച്ചിരി ഇന്ന് ഞായറാഴ്ച കൊണ്ട് ചെറിയ തിരക്കുറവുണ്ട്. മറ്റേ എപ്പോഴും നല്ല തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ? ഐറ്റം എന്ന് പറഞ്ഞാൽ മാങ്ങ ഉപ്പ്. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടി ഉപ്പിലിട്ടത്, നല്ല ചിലവുള്ളതാണ്. വാഴപ്പിണ്ടി ഉപ്പിലിട്ടത്, ജാതിക്ക, അമ്പഴങ്ങ, പൈനാപ്പിൾ ഉപ്പിലിട്ടത്, കുക്കുംബർ, എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ ഐറ്റവും ഉപ്പുള്ള. പേരക്കയുണ്ട്, നെല്ലിക്ക. ഇന്ന് ഞായറാഴ്ച കുറച്ച് തിരക്കുറവാണെന്ന് സ്പെഷ്യലൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് ഇവിടെ സുനാമി സർബത്ത് എന്ന് പറയും, സോഡാ നാരങ്ങ. ആ സോഡാ നാരങ്ങ പിന്നെ നമ്മൾ ഈ പൾപ്പ് അരച്ചെടുക്കുക തന്നെ. പേരയ്ക്ക, പൈനാപ്പിള്, മുന്തിരി എല്ലാം കൂടെ ചേർത്ത് മുന്തിരി സോഡ, അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുന്നത്. പിന്നെ ആവശ്യക്കാർക്ക് മാത്രമേ ഈ ഫ്ലേവറുകൾ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഈ ഇതൊക്കെ ഫ്ലേവർ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെ ഇപ്പോൾ ഇടയായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ കപ്പ, എല്ലുകറി, മീൻകറിയുടെ ഒക്കെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല ചിലവുണ്ട്. ഇത് ഹണി മിൽക്ക് എന്ന് പറയും. ഹണി മിൽക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തേന്, അണ്ടിപ്പരിപ്പ്, ബദാം, ഞാലിപ്പൂവമ്പഴം, പാല്, ഇത്രയും സാധനം വെച്ച് നമ്മൾ അരച്ച് കട്ടിയാക്കി ഇടും. കുറച്ച് കട്ടിയാക്കി എടുത്തിട്ട് ഇതിനകത്ത് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കും. കുലുക്കി തന്നെ ഇത് കൊടുക്കുന്നത്. റേറ്റ് എന്ന് പറഞ്ഞാൽ അത് 60 രൂപ. ഊണുണ്ടായിരുന്നു, ഇലപ്പൊതി ഉണ്ടായിരുന്നു. ഇലപ്പൊതി ഇച്ചിരി റിസ്ക്കാണ്. ഇപ്പോൾ സാധനത്തിനെല്ലാം വില കൂടിയതുകൊണ്ട് ഞാനിപ്പോൾ 110 രൂപയ്ക്കാണ് ഒരു ഇലപ്പൊതി. ഫുൾ ഇലയാണ്. അതിനകത്ത് കടല പച്ചക്കറികളൊന്നുമില്ല. കൂമ്പ് തോരന്, പിണ്ടി തോരന്, മുരിങ്ങാല തോരൻ, അങ്ങനെ തോരനും അങ്ങനെയുള്ള ഐറ്റങ്ങളാണ്. മത്തി വറുത്തത്, മുട്ട പൊരിച്ചത്, സമ്മന്തി, അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ചേട്ടൻ തന്നെയാണ് ഇതെല്ലാം തയ്യാറാക്കുന്നതെന്നൊരു ജോലിക്കാരൊന്നുമില്ല. എൻ്റെ വൈഫുണ്ട്, സഹായിക്കാനുണ്ട്. വൈഫ് സഹായിക്കും, അല്ല അമ്മയുണ്ട്, അവർ സഹായിക്കും. പിന്നെ പ്രത്യേകിച്ച് ആരുമില്ല. പിന്നെ രാവിലെ ഒരു ചായ ഉണ്ട്, കാപ്പി, പൊരിപ്പ്, കുറേ ഐറ്റങ്ങൾ ഇടും. ഏത്തക്കാപ്പം അതുപോലുള്ള ഐറ്റങ്ങളൊക്കെ ഇടും.
സ്ഥാപനത്തിൽ ചേട്ടൻ മാത്രമേ ഉള്ളൂ? നമുക്കിപ്പോൾ ഒരു ജോലിക്കാരെ ഈ വന്ന ഇപ്പോഴത്തെ ഒന്നാമത്തെ ബിസിനസ് ഭയങ്കര മോശമാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ ജോലിക്കാരോട് നിർത്തി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് പോലെ എനിക്ക് ജോലിക്കാരില്ല, സ്വയമേ ചെയ്യുന്നതാണ് കൃഷി. എന്ന് വെച്ചാൽ വൃത്തിയായിട്ട് സാധനം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർ കഴുകത്തില്ല. ബീഫൊക്കെ കൊണ്ടുവന്നാൽ 3-4 വെള്ളത്തിലൊക്കെ നമ്മൾ കഴുകിയെടുക്കും. മീൻ കഴുകുന്ന അതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കും. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്ന പോലെ വെള്ളത്തിലിട്ടൊന്നാക്കി അവർ പാചകം ചെയ്തിട്ട് പോകും. നമ്മളോട് ആ ഫുഡല്ലേ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇത് വേണം. പിന്നെ കുഴപ്പമില്ല, മറ്റ് ഹെൽത്തുകാരോ മറ്റ് നമുക്ക് ഉള്ള ശല്യങ്ങളോ അവർ ശല്യമൊന്നുമില്ല. അവർക്കറിയാം നമ്മളെല്ലാം വൃത്തിയായിട്ടാണ് ചെയ്യുന്നുള്ളതറിയില്ല. നമ്മുടെ സ്വന്തം സ്ഥാപനമാണത്? സ്വന്തമല്ല, ഞാൻ വാടകയ്ക്കാണ്. എത്ര വർഷം വാടക? ഈ വാടകയ്ക്ക് ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2.5-3 കൊല്ലമേ ഉള്ളൂ. ഇതിന് മുമ്പ് അപ്പുറത്ത് ഒരു ചെറിയ വീട് എടുത്തിട്ടുണ്ട്, വീട്ടിലൂണ്. ഷാപ്പിലെ കാര്യം വീട്ടിലൂണെന്ന് പറഞ്ഞു. അവിടെ നല്ല തിരക്കായിരുന്നു, നല്ല കച്ചവടമായിരുന്നു. അങ്ങനെ ആയപ്പോഴാണ് കൊറോണ വന്ന് നമുക്ക് പണി കിട്ടി. പണി കിട്ടി. അങ്ങനെ ബേക്കറി മാത്രം നടത്താൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ബേക്കറി പോലെ നടത്തി അങ്ങനെ നമ്മൾ സാധനം മുന്നോട്ട് കൊണ്ടുപോകും. കച്ചവടം കുഴപ്പമില്ല. കച്ചവടം വെറൈറ്റി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടിയാണ് ഈ സാധനം. നല്ല ഇതാണ് വാഴപ്പിണ്ടി, പാളങ്കോടൻ്റെ വാഴപ്പിണ്ടി. അപ്പം വെറൈറ്റി ഐറ്റം ആയിട്ടിരിക്കുന്നത് വാഴപ്പിണ്ടിയാണ്. പാളയംകോടനല്ലേ? പാളയംകോടൻ അതിൻ്റെ പിണ്ടി അരിഞ്ഞ് ഉപ്പിലിട്ടതാണ് കഴിച്ചത്. നാട്ടുമാങ്ങ, നാടൻമാങ്ങ, മംഗലത്തിൽ ഇങ്ങനെ ഉപ്പിട്ടിട്ട് നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഇതാക്കി വെക്കുന്നതേ ഉള്ളൂ. അല്ലേ? വാഴപ്പിണ്ടി അസാധ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചു എത്ര ടേസ്റ്റ് വരുന്നു ഒരിക്കലും വിചാരിച്ചില്ല. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അസാധ്യമാണ് കേട്ടോ. പിന്നെ ജാതിക്ക, കാന്താരി ഉൾപ്പിലിട്ടത്. ഇത് അസിഡിറ്റിക്ക് ഏറ്റവും നല്ല യാത്രയൊക്കെ പോകുന്നവർ ഇത് വേണം മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഒമ്പക്ക് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ശാലം കഴിക്കും. അസിഡിറ്റി അതുപോലെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല വയറ് ഫുള്ളായിരിക്കുന്ന സമയത്ത് വന്ന് എന്തെങ്കിലും ഒരു പീസ് കഴിക്കും. അപ്പോൾ നല്ല ഇതാവും. ജാതിക്കയുടെ നല്ല ഇതല്ലേ, ഇതിനകത്ത് മറ്റേ കൃത്രിമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ആവശ്യമില്ല വിനാഗിരിയോ മറ്റു കാര്യങ്ങളോ വാട്ടർ ആസിഡോ ഒന്നും ചേർക്കുന്നില്ല. ഇവിടെ അവർ വന്ന ഇടയ്ക്ക് നമ്മുടെ സാമ്പിൾ എടുത്തുകൊണ്ട് പോകാറുണ്ട്, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന്. വർഷങ്ങൾ കൊണ്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ തോറ്റിരിക്കുക. അവർ തിരിച്ച് ഞാൻ പറയാം നമുക്ക് കൊണ്ടുതരണമെന്ന് പറയും. അപ്പോൾ അതിനകത്തൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ഉദ്യോഗസ്ഥർ വരെ ഇവിടെ വന്ന് ഈ ഇങ്ങനെയുള്ള ഈ ഐറ്റംസ് എല്ലാം പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് അസാധ്യമാണ് കേട്ടോ നമ്മുടെ വാഴപ്പിണ്ടി. അവർ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്ലാസ്റ്റിക് കുപ്പി ഒഴിവാക്കാൻ പറഞ്ഞു. പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ ഒഴിവാക്കി ചില്ലുകുപ്പിയിൽ ഒഴിവാക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞ എല്ലാം അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്, അവർക്കും കുഴപ്പമില്ല. ജോലിപ്പാടം കൂടെ കൊണ്ട് നമുക്കും. ശബരീജൻ ചേട്ടനും ഹാപ്പിയാണ്. വില കൂടുതലൊന്നും മേടിക്കുന്നില്ല. നെല്ലിക്ക പറഞ്ഞാൽ 5 രൂപ. അത് വർഷങ്ങളായിട്ട് ആ പണ്ട് പോലെ 1000 കൊല്ലത്തിന് മുമ്പ് വില ഈ 5 രൂപ ഒരു നെല്ലിക്കയ്ക്ക്. നെല്ലിക്കയ്ക്ക് ഇനി 200 രൂപ വിലയുള്ളപ്പോഴും 5 രൂപ, 30 രൂപ വിലയുള്ളപ്പോഴും 5 രൂപ. മുതലാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം കസ്റ്റമറല്ലേ, വർഷങ്ങൾ കൊണ്ട് വരുന്നതല്ലേ. അവർ നമ്മളെ തിരക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ ദൂരത്തൊക്കെ നെല്ലിക്ക മാങ്ങയൊക്കെ മേടിക്കാൻ വരുമ്പോൾ നമ്മൾ അവരുടെ രീതി അനുസരിച്ച് കൊടുക്കുക. പക്ഷേ എത്ര വില കൂടിയാലും നമ്മുടെ കടയിൽ ഈ സാധനം ഉണ്ടാവും. പൈനാപ്പിളിനൊക്കെ 120 രൂപ കിലോയ്ക്ക് വന്നപ്പോഴും പൈനാപ്പിൾ ഉപ്പിലിട്ട് നമ്മൾ കൊടുത്തു. അന്നേരം ഒരു പീസ് 10 രൂപ. മാങ്ങയ്ക്ക് 200 രൂപ ഒക്കെ വില വന്നല്ലോ. മാങ്ങയ്ക്ക് 200 രൂപ വന്നപ്പോൾ ഇതുപോലെ നല്ല മാങ്ങ 5 രൂപയുള്ളൊരു പീസ്. അത് വർഷങ്ങളുണ്ട്. ആ വർഷങ്ങളുകൊണ്ട് അത് ഒരു വ്യത്യാസവും ഇല്ലാതെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 രൂപ എല്ലായിടത്തും ഇതുപോലെ വൃത്തിയായിട്ടൊന്നും അല്ല, എല്ലാം പൂത്തൊക്കെ ഇരിക്കുന്ന കാണാം. പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ മിക്ക കടകളിലും ഇട്ടേക്കുന്നത് ഒരു വൃത്തിയില്ലാതൊക്കെ ഇരിക്കും. നമ്മളിതെല്ലാം എല്ലാ ദിവസവും ക്ലീൻ ചെയ്തെല്ലാം വൃത്തിയാക്കി റെഡിയാക്കി വെക്കുന്നത്. ചേട്ടൻ മതിയോ? അപ്പം 20, 30, 40, 50 രൂപ. ഉപ്പിൽ ഇട്ടത് മാത്രമല്ല, കൊതിയൂറും വിഭവങ്ങളുമായി ശബരിചേട്ടൻ്റെ കപ്പ, അതായത് ഷാപ്പിലെ കപ്പയും എല്ലുകറിയും അതേ ടേസ്റ്റിൽ അതേ രുചിയിൽ ഈ ചേട്ടൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് അതോടെ കാണാം. ഇത് നല്ല നാടൻ മത്തിക്കറി, മൺചട്ടിയിൽ നല്ല മത്തിക്കറി മുളവിട്ടത് മത്തി മൺചട്ടിയിൽ വെച്ചത്. ഉപ്പ വേവിച്ച് നല്ല കടുവൊക്കെ വറുത്ത് കുട്ടപ്പനായിട്ട് വെച്ചിട്ടുണ്ട്. കുഴച്ചതായത് സ്പെഷ്യൽ ഐറ്റമാണ്. നല്ല എല്ലുകറി ഉണ്ട്, തീർന്നിരിക്കുകയാണ്. അടുത്തത് ഇപ്പം അടുപ്പിലാണ്. ഇപ്പം രാവിലെ കൊണ്ടുവന്ന് ഇത്തരം കഴിഞ്ഞു, സാധനങ്ങൾ കഴിഞ്ഞു. അയില കറി വെച്ചത്, അയിലക്കറി ഏകദേശം തീരാറായി. ഇത് പോത്തിൻ്റെ പോട്ടി എന്ന് പറയും. ഷാപ്പിൽ നമ്മൾ വെക്കുന്ന പോലെ നല്ല റോസ്റ്റാക്കി എടുത്തിരിക്കുക. ഇത് നല്ല പോത്ത് കറി. ഇത് നമ്മുടെ മത്തിക്കറിയാണ്, ടേസ്റ്റ് ചെയ്യണം. നല്ല അസാധ്യ മത്തിക്കറിയാണ് കേട്ടോ. എൻ്റെ ഞാൻ നല്ല മൺചട്ടി വെച്ചിരിക്കുകയാണ്. നല്ല കുടംപുളി ഉണ്ടോ? അതെ, നല്ല കുടംപുളി ഇട്ട നല്ല അസല് മത്തിക്കറിയാണ് കേട്ടോ. ഒന്നും പറയാൻ ഒരു രക്ഷയില്ല, സൂപ്പർ. തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുന്നവർ ഈ മാമൂട് ജംഗ്ഷനിൽ ശബരീഷൻ ചേട്ടൻ്റെ കടയിൽ കയറാം. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടി. ശരിയല്ലേ പറഞ്ഞേ? ശരി. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം കൊട്ടാരക്കര മീഡിയ റിപ്പോർട്ടർ സുജേഷ് പത്തനാപുരം.